മംഗളൂരുവിൽ കനത്ത മഴയിൽ വീട് തകർന്ന 3 ബിഹാർ സ്വദേശികൾ മരിച്ചു. ചുറ്റുമതിൽ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണാണ് അപകടം. ഒരു സ്ത്രീയും 2 കുട്ടികളുമാണ് മരിച്ചത്. വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ. കാസർഗോഡൊക്കെ നമ്മൾ അതിന്റെ ഒരു ബാക്കിയായി വീട് തകർന്നതൊക്കെ കണ്ടു. ഇപ്പോൾ മംഗളൂരുവിൽ നിന്ന് വരുന്ന കുറച്ചുകൂടി ദാരുണമായ ഒരു സംഭവമാണ്. എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴായിരുന്നു അപകടം? ശ്രീജ, ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് മംഗലാപുരം ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉള്ളത്. ഏതായാലും അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ചുറ്റുമതിൽ താമസിച്ചിരുന്ന വീടിന് മുകളിലേക്ക് വീണ് ബീഹാർ സ്വദേശികളായിട്ടുള്ള 3 പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. ഇവർ താമസിച്ചിരുന്ന ആ ചെറിയ വീടുകൾക്ക് മുകളിലേക്ക് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മതിൽ ഇടിഞ്ഞ് വീഴുകയായിരുന്നു. 6 പേരാണ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശവാസികളും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയൊക്കെ എത്തിയാണ് ഈ ആളുകളെല്ലാം തന്നെ പുറത്തെടുത്തത്. അതിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായി. ഈ 3 പേരും ബീഹാർ സ്വദേശികളാണ്. ശാന്ത, അതുപോലെ തന്നെ 2 കുട്ടികൾ, അനാമിക, ചൗരസ്യ, പാരി. ഇവർക്ക് കേവലം 8ഉം 4ഉം വയസ്സും മാത്രമുള്ള കുട്ടികളാണ്. ഇതുകൂടാതെ മറ്റു 3 പേരെ ഇപ്പോൾ ദക്ഷിണ കന്നഡ ജില്ലയിലെ മംഗളൂരുവിലെ വിവിധ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് സാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സ നൽകി വരികയാണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഈ വലിയ മഴ മുന്നറിയിപ്പ് തീരദേശ മേഖലയിൽ, കർണാടകയിലെ തീരദേശ മേഖലയിൽ നിലവിലുണ്ട്. അതായത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തും ഇങ്ങനെ മതിലിടിഞ്ഞു വീണൊക്കെ നിരവധി ദുരന്തങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ജാഗ്രത പുലർത്താനുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നിലവിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ അപകടാവസ്ഥയിലായിട്ടുള്ള ചുറ്റുമതിലുകളെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നുള്ള നിർദ്ദേശവും ബംഗളൂരുവിലുണ്ടായ ദുരന്തത്തിന് പിന്നാലെ സർക്കാർ നൽകിയിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ അപകടം ആവർത്തിക്കാനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നത്. ശരി, കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.